ബിഗ് ബോസ് സീസൺ 4 ഒരു മികച്ച മത്സരാർത്ഥിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പിന്നീട് റിയാസ് സലീമിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിൻ്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടിയും വന്നു. പക്ഷേ അന്ന് റോബിനെ ഇറക്കി വിടേണ്ടതില്ലായിരുന്നുവെന്ന് ആരാധകർ പലരും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പിന്നീട് അതേപോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായുള്ള സംഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടും അവരെയൊന്നും ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നീട് ആദ്യമായി ഈ സീസണിലെ അസീറോക്കിയാണ് പുറത്താക്കുന്നത്. അത് നല്ല രീതിയിൽ ദേഹോപദ്രവം സിജോയെ ഏൽപ്പിച്ചു എന്ന കാരണം കൊണ്ട് മാത്രമാണ്. ഇപ്പോഴിതാ ഇന്ന് രാവിലെയായിരുന്നു ബിഗ് ബോസ് സീസൺ 5 വിന്നറായ അഖിൽ മാരാർ ബിഗ് ബോസിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയത്. ബിഗ് ബോസിനെ കുറിച്ച് ഇതുവരെ ആരും തന്നെ പുറത്തുവിടാത്ത കാര്യങ്ങളാണ് അഖിൽ മാരാർ എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബോസ് കഴിഞ്ഞയുടൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഒന്നടങ്കം മിണ്ടാതെ നിൽക്കുന്നത് ബിഗ് ബോസുമായുള്ള 1 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. എനിക്കൊരാളെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ തൻ്റെ വാക്കുകൾ വ്യക്തമാക്കിയത്. ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്നുണ്ടായ റോബിൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് റോബിൻ എത്തിയത്. കഴിഞ്ഞ സീസണിൽ ഗസ്റ്റായിക്കൊണ്ട് ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെക്കും മുൻപ് തന്നെ ബിഗ് ബോസ് ക്രൂവിലെ ഒരാൾ എന്നോട് പറഞ്ഞതായിരുന്നു, തന്നെ ഇൻസൾട്ട് ചെയ്യാനും തൻ്റെ ഫാൻ ബേസ് കുറക്കുവാനുമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. പക്ഷെ ഞാനതത്ര കാര്യമായി എടുത്തില്ല. ബിഗ് ബോസ് അങ്ങനെയെല്ലാം ചെയ്യുമോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി അവർ എന്നെ എന്തിനാണ് ഉള്ളിലേക്ക് വിളിപ്പിച്ചത് എന്ന്. ഞാൻ എഡിറ്റഡാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞതിന് ഞാൻ സമൂഹത്തിൽ ഒരുപാട് ഒറ്റപ്പെടുകയും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ വക എന്നെ വധഭീഷണി വരെ നടത്തിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എൻ്റെ പൊടിയുടെ കൂടെയാവുമ്പോഴാണ് ഒരു ദിവസം വിളിച്ചുകൊണ്ട് വധഭീഷണിയെല്ലാം നടത്തിയത്. എന്തു തന്നെയായാലും ഇനി എനിക്ക് ആരെയും പേടിക്കാനില്ല എന്നും എനിക്ക് പറയാനുള്ളത്, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ഭ്രാന്തനും അതുപോലെ തന്നെ വൃത്തികെട്ടവനുമായി മാറി എല്ലാവരെയും എന്നിൽ നിന്ന് അകറ്റുകയും എൻ്റെ ഫാൻ ബേസ് ഒന്നാകെ കുറക്കുകയും ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നതാണ് വാസ്തവം. എന്തു തന്നെയായാലും ഇനി ഞാൻ തളരില്ല, അത്രമേൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ലൈവിലെത്തിയിരിക്കുന്നത്. എന്തു തന്നെ ആയാലും അഖിൽ മാരാർ പറഞ്ഞപ്പോൾ നിങ്ങളതെല്ലാം ഉൾക്കൊണ്ടു, ഇപ്പോഴെങ്കിലും സത്യം പുറത്തു വന്നല്ലോ എന്ന സന്തോഷമാണ് എനിക്കുള്ളത് എന്നും റോബിൻ വ്യക്തമാക്കി.